So hi guys and welcome to today's video. So ഇന്നത്തെ നമ്മുടെ ഹിന്ദു ഡീകോഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസസ് ആണ്. നമുക്കറിയാം ഇന്ന് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ആണ്. So we'll look on to the first news. So the എക്സ്പോസോമിക്സ് ഫോർ ബെറ്റർ എൻവയോൺമെൻറ്റൽ ഹെൽത്ത് എന്നുള്ളതാണ്. സോ എന്താണ് ഈ ഒരു എക്സ്പോസോമിക്സ് എന്നുള്ള കാര്യം നമുക്ക് വഴിയെ പറയാം. സോ ഇതിൻ്റെ പ്രിലിംസ് റെലവൻസ് നമുക്കറിയാം. ഒരു എൻവയോൺമെൻറ്റ് എക്കോളജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് ആണല്ലേ. ജനറൽ ഇഷ്യൂസ് ഓൺ എൻവയോൺമെൻറ്റ് എക്കോളജി, ബയോഡൈവേഴ്സിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. അതേപോലെ മെയിൻസിൽ GS പേപ്പർ 3 അണ്ടറിൽ വരുന്നൊരു ടോപ്പിക്കാണ്. അതായത് ആ ഒരു കൺസർവേഷൻ, എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ ആൻഡ് ഡീഗ്രഡേഷൻ, എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട് അസസ്മെൻറ്റ് ആൻഡ് ഓൾ. സോ GS പേപ്പർ 3 വരുന്നൊരു ടോപ്പിക്കാണത്. ആൻഡ് നമുക്കറിയാം ഇന്ന് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ആണ്. സോ നമ്മുടെ ഈ വർഷത്തെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് പൊല്യൂഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ മൈക്രോ പ്ലാസ്റ്റിക്സ്, ഒരു ടൈനി പ്ലാസ്റ്റിക് പീസസ് ഇല്ലേ, ഇവരാണ് ഏറ്റവും വലിയ പ്രശ്നക്കാർ. നമുക്ക് ഇവരെ പെട്ടെന്ന് ഇവരൊന്നും നമ്മുടെ ശ്രദ്ധയിൽ പെടില്ല, പക്ഷേ ഇവർ ഭയങ്കര സീനാണ്. ആൻഡ് പിന്നെ വേറെ ഒരുപാട് ഹാംഫുൾ തിങ്സ് ഉണ്ടല്ലേ, നമ്മുടെ വായുവിൽ, എയറിലാണെന്നുണ്ടെങ്കിലും വെള്ളത്തിലാണെന്നുണ്ടെങ്കിലും, ചിലപ്പോൾ നമ്മുടെ വീടുകളിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഇതൊക്കെ നമ്മുടെ എൻവയോൺമെൻറ്റിനെ ഭയങ്കരമായിട്ട് ഹാം ചെയ്യുന്നുണ്ട്. ഇറ്റ് കാൺ ബി ഈസിലി സീൻ ഓർ ഡിറ്റക്റ്റഡ് വിത്ത് കറണ്ട് ടൂൾസ്. പിന്നെ ഒന്ന് നമുക്കറിയാം, ഇന്ത്യൻ എക്കോണമി ദിനം ദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ ഇന്ത്യയുടെ ആ ഒരു ഫാസ്റ്റസ്റ്റ് ഗ്രോത്ത് മോർ പൊല്യൂഷന് കൂടി കാരണമാവുന്നുണ്ട്. ഓക്കെ, ഇന്ത്യൻ എക്കോണമി വളരെ പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ എക്കണോമി ഇപ്പോൾ വേറെ ഏത് രാജ്യത്തിനെ വെച്ച് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മുടെ എക്കണോമിന് അത്രയും ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ട് നമ്മുടെ എക്കോണമി വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ ന്യൂ കൈൻഡ് ഓഫ് പൊല്യൂഷനും പിന്നെ ആൾക്കാരുടെ ആ ഒരു ഹെൽത്ത് റിസ്ക്കും കാര്യങ്ങളൊക്കെ അതും കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഭയങ്കര സങ്കടകരമായിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത് ഇന്ത്യസ് ഹൈ എൻവയോൺമെൻറ്റൽ ഡിസീസ് ബേർഡൻ ആണ്. അതായത് ഇന്ത്യ സഫേഴ്സ് ഫ്രം 25% ഓഫ് ദ വേൾഡ്സ് ഹെൽത്ത് പ്രോബ്ലംസ് ദാറ്റ് ആർ കോസ്ഡ് ബൈ പൊല്യൂഷൻ. സോ നമ്മൾ പറഞ്ഞു ഇന്ത്യ ബിയേഴ്സ് 25% ഓഫ് ദ വേൾഡ്സ് എൻവയോൺമെൻറ്റൽ ഡിസീസ് ബേർഡൻ എന്ന് പറഞ്ഞു. സോ നമുക്ക് സിമ്പിളി ഇങ്ങനെ പറയാം, അതായത് ഇപ്പോൾ നമ്മൾ ലോകത്തുള്ള എല്ലാ ആൾക്കാരുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഹു ഗെറ്റ് സിക്ക് ബിക്കോസ് ഓഫ് പൊല്യൂഷൻ, അതായത് ഇപ്പോൾ മലിനമായ വായു, ഡേർട്ടി എയറിലൂടെയോ അല്ലെങ്കിൽ വെള്ളത്തിലൂടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കെമിക്കൽസിലൂടെയോ ഒക്കെ എഫക്റ്റ് ആവുന്ന ആൾക്കാരില്ലേ, ഔട്ട് ഓഫ് ഓൾ പീപ്പിൾ ഇൻ ദ വേൾഡ് ഹു ഗെറ്റ് സിക്ക് ബിക്കോസ് ഓഫ് പൊല്യൂഷൻ, അതിൽ ഒരു 4 പേരുടെ എടുത്താൽ അതിൽ ഒരാൾ ഇന്ത്യയിലായിരിക്കും. ഓക്കെ, 1 ഔട്ട് ഓഫ് എവറി 4 ഈസ് ഇൻ ഇന്ത്യ. സോ അത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര പേടിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണല്ലോ. അതായത് 25%, ബിഗ് ഷെയർ ഓഫ് ദ വേൾഡ്സ് പൊല്യൂഷൻ റിലേറ്റഡ് ഹെൽത്ത് പ്രോബ്ലംസ് ആർ ഹാപ്പനിങ് ഇൻ ഇന്ത്യ. സോ ഇന്ത്യ നീഡ്സ് ടു ടേക്ക് സ്ട്രോങ് ആക്ഷൻ ടു കീപ് പീപ്പിൾ സേഫ് ഫ്രം പൊല്യൂഷൻ. സോ നമുക്ക് വേണ്ടത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള, കുറച്ചും കൂടി വി നീഡ് മോർ കണക്റ്റഡ് വേ ടു സ്റ്റഡി ആൻഡ് റെസ്പോണ്ട് ടു ദീസ് ഹെൽത്ത് റിസ്ക് എന്നുള്ളതാണ്. പിന്നെ കറണ്ട് സിസ്റ്റം they aren't working well. So the way we measure health and pollution now is not enough എന്ന് നമുക്ക് പറയാൻ സാധിക്കും അല്ലേ. ഇത് ഒരുപാട് അൺഫെയർ ഹെൽത്ത് ഔട്ട്കംസിലേക്കും അതേപോലെ ക്യാൻ ലീഡ് ടു അൺഫെയർ ഹെൽത്ത് ഔട്ട്കംസ് ആൻഡ് വേസ്റ്റ് മോർ മണി. സോ നമ്മൾ നേരത്തെ ഈ ഒരു ഹെഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഈ ഒരു എക്സ്പോസോമിക്സ് എന്നുള്ളത്. ഈ ഒരു എക്സ്പോസോമിക്സ് എന്നുള്ളത് it is a new science that looks at everything we are exposed to in our environment over our whole life to understand how it affects our health and how to prevent diseases. സോ ഈ ഒരു എക്സ്പോസോമിക്സ് ഇത് പറയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും, ഇറ്റ് ഈസ് എ വേ ഓഫ് സയൻറ്റിസ്റ്റ് ടു സ്റ്റഡി എവറിത്തിങ് അറൗണ്ട് അസ്. ലൈക്ക് നമ്മൾ ദിനം ദിനം, അതായത് വെള്ളം, എയർ, ഫുഡ്, അതേപോലെ കെമിക്കൽസ്. സോ നമ്മളൊരു ഡെയിലി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കോണ്ടാക്റ്റിൽ വരുന്ന എല്ലാ സാധനങ്ങളും ഒരു എവറിഡേ ലൈഫിൽ നമ്മൾ കോണ്ടാക്റ്റിൽ പെടുന്ന, അതായത് ലൈക്ക് എയർ, വാട്ടർ, ഫുഡ് ആൻഡ് കെമിക്കൽസ് ദാറ്റ് വി കം ഇൻ ടു കോണ്ടാക്ട് വിത്ത് എവറി ഡേ ഇൻ അവർ ലൈഫ്. ഓക്കെ, സോ ഈ ഒരു സ്റ്റഡി ഇത് നമ്മളെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. സോ എന്തൊക്കെയായിട്ടാണ് നമ്മൾ എക്സ്പോസ് ആയിരിക്കുന്നത്, വാട്ട് വി ആർ എക്സ്പോസ് ടു, പിന്നെ അത് നമ്മുടെ ബോഡി അതെങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, പിന്നെ കാലങ്ങൾ കഴിയുന്തോറും അത് നമ്മളെങ്ങനെയാണ്, അതായത് അതെങ്ങനെ എത്രത്തോളം മാരകമായിട്ടുള്ള സംഭവങ്ങളാണ് അതെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. ഹൗ ഇറ്റ് മേ കോസ് ഇൽനെസ് ഓവർ ടൈം. സോ ഇറ്റ് ഈസ് ലുക്കിംഗ് അറ്റ് അവർ വോൾ ലൈഫ് എക്സ്പോഷർ, അതായത് നമ്മുടെ ഫുള്ളായിട്ടുള്ള നമ്മുടെ ആ ഒരു ജീവിതത്തിൻ്റെ എക്സ്പോഷർ ടു പൊല്യൂഷൻ
ആൻഡ് നോട്ട് ജസ്റ്റ് വൺ തിങ് അറ്റ് വൺ ടൈം. ഓക്കെ, എല്ലാ സാധനങ്ങളുമായിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ആ ഒരു എക്സ്പോഷർ, ആ ഒരു സംഭവമാണ്. സോ ഇത് ഡോക്ടേഴ്സിനെ ആണെന്നുണ്ടെങ്കിലും സയൻറ്റിസ്റ്റിനെ ആണെന്നുണ്ടെങ്കിലും ദേ ക്യാൻ ഫൈൻഡ് ബെറ്റർ വേസ് ടു പ്രിവെൻറ്റ് ഡിസീസസ് ആൻഡ് കീപ്പ് അസ് ഹെൽത്തിയർ എന്നുള്ളതാണ്. സോ വാട്ട് ഷുഡ് ബി ഡൺ? സോ നമ്മൾ വി നീഡ് ടു ഇൻവെസ്റ്റ് ഇൻ ടെക്നോളജി. അതായത് ഒരു ഡിജിറ്റൽ ഹെൽത്ത് ടൂൾസിലൊക്കെ നമ്മൾ കുറച്ചും കൂടി ഇൻവെസ്റ്റ് ചെയ്താൽ നന്നായിരിക്കും. അതേപോലെ ബയോ മോണിറ്ററിങ് ചെയ്യുക, അതായത് ടെസ്റ്റിംഗ് പീപ്പിൾസ് ബോഡീസ് ഫോർ പൊല്യൂട്ടൻസ്, അതേപോലെ സ്മാർട്ട് ഡാറ്റ സിസ്റ്റം. സോ ഇതിലൂടെയൊക്കെ ദിസ് വിൽ ഹെൽപ്പ് അസ് ടു പ്രൊട്ടക്ട് പീപ്പിൾ ഹെൽത്ത് ഇൻ എ ബെറ്റർ ആൻഡ് ഫെയർ വേ. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ആ ഒരു എൻവയോൺമെൻറ്റൽ ഡിസീസ് ബേർഡൻ ആണ്. അതിൻ്റെ സ്കോപ്പും പിന്നെ ചില റിസ്ക് ഫാക്ടേഴ്സിനെ പറ്റിയിട്ടായിരിക്കും നമ്മളിനി നോക്കാൻ പോകുന്നത്. സോ വിൽ ഡിസ്കസ് അബൌട്ട് ഇന്ത്യാസ് എൻവയോൺമെൻറ്റ് ഡിസീസ് ബേർഡൻ. സോ എന്താണ് എൻവയോൺമെൻറ്റൽ ഡിസീസ് ബേർഡൻ എന്നുള്ളതാണ്. ഇറ്റ് മീൻസ് എത്രത്തോളം, അതായത് നമ്പർ ഓഫ് പീപ്പിൾ ഗെറ്റിംഗ് സിക്ക് ഓർ ഡൈയിങ് ബിക്കോസ് ഓഫ് തിങ്സ് ഇൻ എൻവയോൺമെൻറ്റ്. അതായത് മലിനമായ വെള്ളത്തിലൂടെയോ അല്ലെങ്കിൽ മലിനമായ എയറിലൂടെയോ അല്ലെങ്കിൽ ഇവരുടെ വീട്ടിൽ അല്ലെങ്കിൽ വർക്ക് പ്ലേസിലുള്ള ആ ഒരു കെമിക്കൽസ് മൂലമോ അസുഖം വരുന്ന ആൾക്കാരുടെ ആ ഒരു നമ്പർ. ഓക്കെ, ഇറ്റ് മീൻസ് ദി നമ്പർ ഓഫ് പീപ്പിൾ ഗെറ്റിംഗ് സിക്ക് ഓർ ഡൈയിങ് ബിക്കോസ് ഓഫ് തിങ്സ് ഇൻ എൻവയോൺമെൻറ്റ് എന്നുള്ളതാണ്. സോ ഒരു ദ ഗ്ലോബൽ സ്റ്റഡി 2021 നടത്തിയ ഒരു ഗ്ലോബൽ സ്റ്റഡി പ്രകാരം നമ്മുടെ ടോട്ടൽ വേൾഡിൻ്റെ കാര്യം എടുക്കുമ്പോൾ 5 മരണങ്ങളിലെ ഒരു മരണം, അതായത് അബൌട്ട് 12.8 മില്യൺ പീപ്പിൾ ആൾക്കാർ മരിക്കുന്നത് ഈ ഒരു പൊല്യൂഷനോ അല്ലെങ്കിൽ ഹാംഫുൾ വർക്ക് കണ്ടീഷനോ അതുമൂലമാണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു DALYS, അതായത് ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ളൊരു 7 ഇൽനെസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 1 ഔട്ട് ഓഫ് എവരി 7 ഇൽനെസ് ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഡെയിലീസ്. അപ്പോൾ ഈ ഒരു DALYS, ഈ ഒരു ഡെയിലീസ്, ഇത് ഉദ്ദേശിക്കുന്നത് ഡിസബിലിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് ഇയേഴ്സ് എന്നുള്ളതാണ്. സോ ഇത് നമ്മളെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഹെൽപ്പ് us ടു മെഷർ ഹൗ മച്ച് സിക്നസ് ഓർ ഏർലി ഡെത്ത് ഈസ് കോസ്ഡ് ബൈ സംതിങ്. അതായത് ഇപ്പോൾ പൊല്യൂഷൻ്റെ കാര്യം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ ഇഫ് സംവൺ ഡൈസ് ഏർലി, അതായത് ഒരു ഓൾഡ് ഏജിന് മുമ്പ് അയാൾ മരണപ്പെടുകയാണ്, അല്ലെങ്കിൽ അയാൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇൽനെസ് കൊണ്ട് അയാൾ കുറേ വർഷങ്ങളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു ടൈമിനെയാണ് ആ ഒരു ഡെയിലീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് ദ പേഴ്സൺ ലോസ്റ്റ് ഹെൽത്തി ഇയേഴ്സ് ഓഫ് ലൈഫ്, അല്ലേ? ഇപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാളുടെ കാര്യം എടുക്കുകയാണ് ആൻഡ് ഇഫ് ഹി ഗെറ്റ്സ് സിക്സ് ആൻഡ് കാണ്ട് വർക്ക് ഓർ അയാൾക്ക് ഓർ ലീവ് നോർമലി ഫോർ 10 years. സോ അതാണ് ഒരു 10 ഡെയിലീസ് എന്നാണ് അതിനെടുക്കുക. അതായത് ആരെങ്കിലും വയ്യാണ്ടാവുകയാണ് ആൻഡ് അയാൾക്ക് വർക്കിന് പോകാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഒരാൾ ലീവ് നോർമലി ഫോർ 10 years. സോ അതാണ് ആ ഒരു 10 ഡെയിലീസ് എന്നായിട്ട് അതിനങ്ങനെ എടുക്കും. വേറൊരു രീതിയിൽ, അതായത് ഒരാൾ 20 വർഷം മുമ്പ്, ഒരു നോർമൽ ഒരു ഏജിനേക്കാളും 20 വർഷം മുമ്പ് അയാൾ നേരത്തെ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് 20 ഡെയിലീസ് എന്ന് പറഞ്ഞിട്ട് എടുക്കും. സോ ഇതെങ്ങനെയാണ് യൂസ്ഫുൾ ആവുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഗവൺമെൻറ്റിനാണെങ്കിലും ഡോക്ടേഴ്സിനാണെന്നുണ്ടെങ്കിലും ദേ ക്യാൻ, അതായത് ഹൗ ബിഗ് എ ഹെൽത്ത് പ്രോബ്ലം ഈസ് എന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ എന്തുകൊണ്ടാണ് ഇതുണ്ടാവുന്നത്, അതായത് എന്ത് ടൈപ്പ് ഓഫ് പൊല്യൂഷൻ കൊണ്ടാണ്, എയർ പൊല്യൂഷൻ ആണോ അല്ലെങ്കിൽ മലിനമായ ജലം, അതായത് ഡേർട്ടി വാട്ടറിലൂടെയാണോ, എന്നിട്ട് എവിടെയൊക്കെയാണ് നമുക്ക് പൈസ സ്പെൻഡ് ചെയ്യേണ്ടത് ടു ഹെൽപ്പ് പീപ്പിൾ ലീവ് ഹെൽത്തിയർ ലൈഫ്സ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡെയിലീസ് സഹായിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ബിഗ്ഗസ്റ്റ് പൊല്യൂഷൻ പ്രോബ്ലം എന്ന് പറയുന്നത് എയർ പൊല്യൂഷനാണ്. അത് എയർ പൊല്യൂഷൻ 4.7 മില്യൺ ഡെത്താണ് ഒരു വർഷം ഉണ്ടാക്കുന്നത്. ഓക്കെ, ആൻഡ് ഇപ്പോൾ വേറെ കുക്കിംഗ്, ഇപ്പോൾ സ്മോക്ക് ഫ്രം കുക്കിംഗ് വിത്ത് സോളിഡ് ഫ്യൂൽസ്, അതായത് കോൾ ഉപയോഗിച്ചോ കൽക്കരി ഉപയോഗിച്ചോ അല്ലെങ്കിൽ മരങ്ങൾ ഉപയോഗിച്ചോ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ആ ഒരു സ്മോക്കിലൂടെ മരിക്കുന്നത് 3.1 മില്യൺ ആൾക്കാരാണ്. സോ ഇന്ത്യയുടെ കാര്യം എടുക്കാൻ, ഇപ്പോൾ നമ്മൾ ടോട്ടലി ഒരു വേൾഡിൻ്റെ ടോട്ടൽ കാര്യമാണ് നമ്മൾ എടുത്തത്. സോ ഇനി ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഈ ഒരു എൻവയോൺമെൻറ്റൽ ആൻഡ് വർക്ക് പ്ലേസ് പൊല്യൂഷൻ എന്ന് പറയുന്നത് 3 മില്യൺ മരണങ്ങൾ ഒരു വർഷം സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ 100 മില്യൺ ആൾക്കാർ അതേപോലെ ലിവിങ് വിത്ത് ഇൽനെസ് ഓർ ഡിസബിലിറ്റീസ്. ഓക്കെ, നമ്മുടെ ഈ ഒരു ഡെയിലീസ് അത് വെച്ചിട്ട് ജീവിക്കുന്ന ആൾക്കാർ, 100 മില്യൺ ആൾക്കാരാണ് അത് വെച്ച് ജീവിക്കുന്നത്. ആൻഡ് ഈ ഒരു ഒരുപാട് ഹാർട്ട് ഡിസീസസും സ്ട്രോക്കും ഡയബറ്റീസും അതേപോലെ കിഡ്നി ഡിസീസസും ഒക്കെ വരാൻ സാധ്യതയുണ്ട് എന്നല്ല, മോർ ദാൻ ഹാഫ് ഓഫ് ദ സീരിയസ് ഡിസീസസ്
ലൈക്ക് ഹാർട്ട് ഡിസീസ്, സ്ട്രോക്ക്, ഡയബറ്റീസ്, കിഡ്നി ഡിസീസസ്. സോ ഇതൊക്കെ എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ, വർക്ക് പ്ലേസ് പൊല്യൂഷനും കൊണ്ട് കാരണങ്ങളാവുന്നുണ്ട്. സോ ഇനിയിപ്പോൾ കുട്ടികളുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓൾഡ് പെയിൻറ്റിൽ ഒക്കെ, അതേപോലെ പൈപ്പുകളിലും അതേപോലെ സോൾട്ടിലും ഒക്കെ ഇപ്പോൾ ലീഡിൻ്റെ അംശം കണ്ടുവരുന്നുണ്ട്. ഓക്കെ, അത് സ്പെഷ്യലി ഈ ഒരു 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതാണ്. ആൻഡ് ഈ ഒരു ലീഡ്, അതിൻ്റെ ആ ഒരു കെമിക്കൽ, ആ ഒരു സാധനം കൊണ്ട് ഇറ്റ് കോസസ് 20% ഓഫ് ഓൾ ദ വേൾഡ്സ് IQ ലോസ് ഇൻ ചിൽഡ്രൻ. ഓക്കെ, കുട്ടികളുടെ ആ ഒരു IQ നഷ്ടപ്പെടാൻ 20% വേൾഡിലെ കുട്ടികളുടെ IQ നഷ്ടപ്പെടാൻ ഈ ഒരു സാധനം കാരണമാവുന്നുണ്ട്. സോ ദാറ്റ്സ് അപ് ടു 154 മില്യൺ IQ പോയിന്റ് ലോസ്റ്റ് ഇൻ ഇന്ത്യ എലോൺ. സോ ഇത് എന്തുകൊണ്ടാണ് മാറ്റർ ചെയ്യുന്നത് ചോദിച്ചാൽ, ഇന്ത്യ ഹാസ് എ ഹ്യൂജ് ഷെയർ ഓഫ് ദ വേൾഡ്സ് പോപ്പുലേഷൻ റിലേറ്റഡ് ഹെൽത്ത് പ്രോബ്ലംസ്. സോ ക്ലീൻ എയർ, അതേപോലെ സേഫ് ഹോം ആൻഡ് ബെറ്റർ ഹെൽത്ത് റൂൾസ് ആർ അർജന്റ്ലി നീഡഡ് ടു പ്രൊട്ടക്ട് പീപ്പിൾ എന്നുള്ളതാണ്, എസ്പെഷ്യലി ചിൽഡ്രൻ. സോ നമ്മുടെ ഈ ഒരു ന്യൂസിൻ്റെ ആ ഒരു കൺക്ലൂഷൻ പാർട്ടിലോട്ട് വരുമ്പോൾ ഇന്ത്യയുടെ ആ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലൈക്ക് മെയിൻ സ്ട്രീമിങ് എൻവയോൺമെൻറ്റൽ ഹെൽത്ത് വിയ എക്സ്പോസോമിക്സ്. സോ എന്താണ് എക്സ്പോസോമിക്സ് എന്നുള്ള കാര്യം നമ്മൾ നോക്കിയിരുന്നു അല്ലേ. സോ എക്സ്പോസോമിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ന്യൂസിലെ ഹെഡ്ലൈനിലുള്ളത് പോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും, ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ദി എക്സ്പോസോ. അതായത് നമ്മുടെ ലൈഫ് ടൈമിൽ ഏതൊക്കെ എൻവയോൺമെൻറ്റൽ എക്സ്പോഷർ നമ്മൾ ചെയ്യുന്നുണ്ട്, അതായത് കെമിക്കൽസുമായിട്ട് നമ്മുടെ എക്സ്പോഷർ, അതായത് പോലെ വേറെ പൊല്യൂട്ടൻസുമായിട്ട് അല്ലെങ്കിൽ ഫിസിക്കൽ ഏജൻസുമായിട്ട്, ഡയറ്റ് സ്റ്റൈൽ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ചോയ്സസ്, ഓക്കെ, ആൻഡ് അതർ സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത്. സോ ഇതൊക്കെയായിട്ട് നമ്മുടെ ആ ഒരു എക്സ്പോഷർ, ആ ഒരു സ്റ്റഡിയാണ് ഈ ഒരു എക്സ്പോസോമിക്സ് എന്നുള്ളത്. So we are looking to the India's chance to lead in environmental health. So even though it's hard to fix pollution and the health issues in India, വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിലുണ്ട് ടു ഡു സംതിങ് സ്മാർട്ട് ആൻഡ് മോഡേൺ. സോ നമ്മളിത് മുമ്പും ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ത്യ ഹാസ് ഓൾറെഡി ഡൺ വെൽ വിത്ത് ഈ ഒരു ഡാറ്റാ ബേസ്ഡ് ഹെൽത്ത് കെയർ ആ ഒരു സംഭവത്തിനെ പറ്റിയിട്ട് നമ്മൾ പറയുമ്പോൾ നമുക്ക് നല്ലൊരു ഡിജിറ്റൽ ഹെൽത്ത് റെക്കോർഡും അതേപോലെ ഹെൽത്ത് ആപ്സ് ഒക്കെ ഉണ്ട് അല്ലേ. ആൾക്കാരുടെ ഹെൽത്തിനെ പറ്റിയിട്ടുള്ള ഡിജിറ്റൽ ഹെൽത്ത് റെക്കോർഡൊക്കെ നമ്മുടെ കയ്യിലുണ്ട് ആൻഡ് ഹെൽത്ത് ആപ്സ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഇന്ത്യ ഹാസ് ഓൾറെഡി ഡൺ വെൽ ഇൻ ഡാറ്റാ ബേസ്ഡ് ഹെൽത്ത് കെയർ. സോ നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വി നീഡ് ടു ഡു ദ സെയിം വിത്ത് എൻവയോൺമെൻറ്റ് ആൻഡ് ഹെൽത്ത് ബൈ യൂസിങ് ആ ന്യൂ സയൻസ്. അതാണ് ഈ ഒരു എക്സ്പോസോമിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. സോ ഈ ഒരു എക്സ്പോസോമിക്സ് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഡയബറ്റീസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വേറെ ഹെൽത്ത് പ്രോബ്ലംസ് ആണെന്നുണ്ടെങ്കിലും ഇതൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് ആ ഒരു സ്റ്റഡി, ആ ഒരു ഡാറ്റ കൊണ്ട് നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ആൾക്കാർക്ക് അവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് വെച്ചിട്ട്, അതായത് അവരുടെ ബോഡിക്ക് എങ്ങനെയാണോ സ്യൂട്ടാവുന്നത്, അവരുടെ എൻവയോൺമെൻറ്റിൽ അത് എങ്ങനെയാണോ സ്യൂട്ടാവുന്നത്, സോ അതനുസരിച്ചിട്ട് പ്രിസിഷൻ മെഡിസിൻസ് സജസ്റ്റ് ചെയ്യാൻ ഈ ഒരു എക്സ്പോസോമിക്സ് കൊണ്ട് നമുക്ക് സാധിക്കുന്നതായിരിക്കും. സോ ഇന്ത്യ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു എക്സ്പോസോമിക്സ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം വർക്കാക്കണം എന്നുണ്ടെങ്കിൽ ഇന്ത്യ ഷുഡ് ട്രെയിൻ എക്സ്പേർട്സ് അല്ലേ. നമ്മൾ കുറച്ചും കൂടി സ്കില്ലും അതേപോലെ നോളജും ഒക്കെ ബിൽഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് വി മസ്റ്റ് ഇംപ്രൂവ് ഹെൽത്ത് ആൻഡ് പൊല്യൂഷൻ ഡാറ്റ സിസ്റ്റംസ്. അതേപോലെ ഈ ഒരു സയൻസിനെ വി മസ്റ്റ് കണക്ട് ഇറ്റ് വിത്ത് പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാംസ്. സോ ഇതൊരു ചാൻസ് ആണല്ലോ, ലോകത്തിനെ നയിക്കാൻ ഇന്ത്യക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. ഇഫ് ഇന്ത്യ ആക്ട്സ് നൗ, ഇറ്റ് ക്യാൻ ഹെൽപ്പ് ടു ലീഡ് ദ വേൾഡ് ഇൻ എക്സ്പോസോമിക് സയൻസ്. ആൻഡ് നമുക്ക് വളരെ ലോ കോസ്റ്റിലൂടെ വളരെ ഫെയർ ആയിട്ടുള്ള ഹെൽത്ത് സൊല്യൂഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. വി ക്യാൻ ഹെൽപ്പ് ഷേപ്പ് ഫ്യൂച്ചർ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ടീംസ്, പോസിബിളി ഫോക്കസിങ് ഓൺ ദി ഹ്യൂമൻ എക്സ്പോസോം പ്രോജക്റ്റ്. സോ നമുക്കറിയാം, ഇറ്റ് ഈസ് എ ഗ്ലോബൽ പ്ലാൻ ടു പ്രൊട്ടക്ട് ഹെൽത്ത് ഫ്രം പൊല്യൂഷൻ എന്നുള്ളതാണ്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് ന്യൂസാണ്, വിച്ച് ഈസ് എയിമിംഗ് ഫോർ ആൻ ഇറ ഓഫ് ബയോ ഹാപ്പിനെസ് ഇൻ ഇന്ത്യ. സോ നെക്സ്റ്റ് ഇതും ഒരു എൻവയോൺമെൻറ്റായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ടോപ്പിക്കാണല്ലേ. എൻവയോൺമെൻറ്റ് എക്കോളജി ഒരു ടോപ്പിക്കാണ്. ആൻഡ് GS പേപ്പർ 1 ജനറൽ ഇഷ്യൂസ് ഓൺ എൻവയോൺമെൻറ്റ് എക്കോളജിയുടെ അണ്ടറിൽ വരുന്നതാണ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. അതേപോലെ മെയിൻസിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം GS പേപ്പർ 3 അണ്ടറിൽ വരുന്നതാണ് കൺസർവേഷൻ, അതേപോലെ എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ, ഡീഗ്രഡേഷൻ, എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ആൻഡ് ഓൾ.
സോ ഇവിടെ ഈ ഒരു ന്യൂസ് ആദ്യം തുടങ്ങുമ്പോൾ നമുക്ക് പറയേണ്ടത് അരുണാചൽ പ്രദേശിലുള്ള ചില ട്രഡീഷണൽ ഫുഡ്സിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. അതായത് അരുണാചലിലുള്ള ചില വില്ലേജസ്, അവിടെ ആൾക്കാർ ദേ ഈറ്റ് ഹെൽത്തി വെറൈറ്റി ഓഫ് നാച്ചുറൽ ഫുഡ്സ്, അതായത് വൈൽഡ് ഗ്രീൻ പ്ലാന്റ്സ്, അതായത് ചില ടൈപ്പ് ഓഫ് ഗ്രെയിൻസ്, മില്ലറ്റ്സ്, അതേപോലെ ട്യൂബേഴ്സ്, മധുരക്കിഴങ്ങ്, സ്വീറ്റ് പൊട്ടാറ്റോസ്, അതേപോലെ ലെഗൂംസ് ലൈക്ക് ബീൻസ്. സോ ചില ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ലൈക്ക് നീഷി, അതേപോലെ അപ്പറ്റാനി എന്നൊക്കെ പറയുന്ന കുറച്ച് ട്രൈബ്സ് ഉണ്ട്. ഇവരുടെ പേരൊന്നും കാണാണ്ട് പഠിക്കണ്ട, ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായാൽ മതി. ഓക്കെ, ഈ പേരൊക്കെ എവിടെയെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ ഇത് അരുണാചലിലുള്ള ട്രൈബാണെന്നൊന്ന് കണക്ട് ചെയ്യാൻ പറ്റിയാൽ മതി. ഓൾസോ ദേ ഹാവ് എ വെരി അമേസിങ് നോളജ് അബൌട്ട് ഏതൊക്കെ പ്ലാന്റ്സ് ആണ് മെഡിസിന് നല്ലത്, അതേപോലെ ഏതൊക്കെ പ്ലാന്റ്സ് ആണ് ഫുഡിന് നല്ലതെന്നൊക്കെ അതിനെ പറ്റിയിട്ടുള്ള വളരെ അടിപൊളി നോളജ് ഇങ്ങനത്തെ ട്രൈബ്സിനുണ്ട് അരുണാചലിലുള്ള, ഒരു നോർത്ത് ഈസ്റ്റിലുള്ള ആൾക്കാർക്ക്. സോ ഇവിടുത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, നേച്ചർ ഭയങ്കര ഫാസ്റ്റായിട്ട് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരുപാട് പ്ലാന്റ്സും ആനിമൽ സ്പീഷീസും ഡിസപ്പിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എസ്പെഷ്യലി നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അപ്രത്യക്ഷം ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവർ. ആൻഡ് ഇന്ത്യയുടെ കാര്യം മാത്രമല്ല, അറൗണ്ട് ദ വേൾഡ് ദ നേച്ചർ ഈസ് ചേഞ്ചിങ് അല്ലേ. ഒരുപാട് പ്ലാന്റ്സും ആനിമൽസും ഒക്കെ മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതിനെ പറയുന്നത് ഒരു ബയോഡൈവേഴ്സിറ്റി ക്രൈസിസ് എന്നാണ്. സോ എന്താണ് നമുക്കിവിടെ നഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഒരു പ്ലാന്റ്സും ആനിമൽസും നഷ്ടപ്പെടുന്നതിലൂടെ നമുക്ക് നമ്മുടെ ആ ഒരു ട്രഡീഷണൽ നോളേജ് നഷ്ടപ്പെടുകയാണ് അല്ലേ. അതായത് ഏത് പ്ലാന്റ്സ് ആണ്, വാട്ട് ഓൾ പ്ലാന്റ്സ് ഹീൽ ഓർ വാട്ട് ഓൾ പ്ലാന്റ്സ് നർഷസ്, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ളൊരു നോളേജ്, ആ ഒരു ട്രഡീഷണൽ നോളേജ് നമുക്ക് നഷ്ടപ്പെടുകയാണ് ഇവർ മാഞ്ഞു പോകുന്നതിലൂടെ. സോ ഓൾഡ് ഫുഡ് ഹാബിറ്റ്സും അതേപോലെ കുക്കിംഗ് ട്രഡീഷൻസും ഇതെല്ലാം ദേ ഓൾ സ്റ്റാർട്ടഡ് ടു ഫെയ്ഡ് അവേ. സോ ഇത് എന്തുകൊണ്ടാണ് മാറ്റർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതായത് വി ആർ ലൂസിങ് വെറൈറ്റി ഇൻ ഫുഡ് പ്ലാന്റ്സ്. ഓക്കെ, നമുക്ക് ഇതിനെ എങ്ങനെ പറയാൻ പറ്റും, അതായത് വി ആർ ലൂസിങ് ആഗ്രോ ബയോഡൈവേഴ്സിറ്റി നമുക്ക് പറയാം, വിച്ച് മീൻസ് വിൽ ഹാവ് വെരി ലെസ് ഹെൽത്തി ഫുഡ്, അതേപോലെ വിൽ ഹാവ് വെരി ലെസ് കൾച്ചറൽ നോളേജ്, മോർ റിസ്ക് ടു പീപ്പിൾസ് ഹെൽത്ത് അല്ലേ. അതാണ് ഓവറോൾ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ ജീവന് തന്നെ റിസ്ക് ആണ്. ആൻഡ് ഒരു ഫുഡ് സെക്യൂരിറ്റി ക്രൈസിസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു ബയോഡൈവേഴ്സിറ്റിയെ പറ്റിയിട്ടാണ്. ഓക്കെ, നമുക്കറിയാം ഇറ്റ് ഈസ് എ വെരി റിച്ച് ബട്ട് അണ്ടർ യൂട്ടിലൈസ്ഡ് അസെറ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് നമ്മൾ വേൾഡിലെ പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇന്ത്യയിലാണ് 8% വരുന്ന ഓൾ ദ വേൾഡ്സ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഉള്ളത്. ഓക്കെ, ഈവൻ ദോ നമ്മൾ ഈ ഒരു എർത്തിൻ്റെ ടോട്ടൽ എർത്തിൽ വെറും 2% മാത്രമേ ഇന്ത്യ കവർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, എന്നിട്ട് കൂടി ഇന്ത്യ ഹാസ് 8% ഓഫ് ഓൾ ദ വേൾഡ്സ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ 17 മെഗാ ഡൈവേഴ്സ് കൺട്രീസിൽ ഒന്നാണ്. ഇന്ത്യ ഈസ് വൺ ഓഫ് 17 മെഗാ ഡൈവേഴ്സ് കൺട്രീസ് ഇൻ ദ വേൾഡ്. അതായത് 36 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടിൽ 4 ഉള്ളത് ഇന്ത്യയിലാണ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്ലേസ് ഫോർ ഗ്രോയിങ് മെനി ഇമ്പോർട്ടൻറ്റ് ഫുഡ് ക്രോപ്സ്. പിന്നെ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു നേച്ചർ ആൾക്കാരെയും അതേപോലെ നമ്മുടെ ഈ ഒരു സാമ്പത്തിക വ്യവസ്ഥയെ ഇതെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് നോക്കാം. ഒന്ന്, ഇന്ത്യയുടെ ഫോറസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ശുദ്ധമായ വായുവും അതേപോലെ വെള്ളവും ഭക്ഷണവും ജോലിയും എല്ലാം തരുന്നതാണ്. ആൻഡ് ഈ സർവീസസ് ഇല്ലേ, ഈ ഒരു ഫോറസ്റ്റ് തരുന്ന ഈ സർവീസസ് ആർ വർത്ത് ഓവർ 130 ട്രില്യൺ എവറി ഇയർ. ഓക്കെ, ഇത് ഒരുപാട് റൂറൽ ഫാമിലീസിനെ, മില്യൺസ് ഓഫ് റൂറൽ ഫാമിലീസിനെ പ്രകൃതി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഫോറസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ വളരെ സങ്കടകരമായിട്ടുള്ളൊരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ഇത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദിവസം ദിവസം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്ലാന്റ്സും ആനിമൽസും അതേപോലെ നമ്മുടെ നാച്ചുറൽ ഏരിയാസൊക്കെ പോകുന്നതിലൂടെ ഇത് നമ്മുടെ എക്കണോമിയെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും അല്ലേ. ഇത് നമ്മുടെ GDP ബാധിക്കും. India will suffer economic losses and sustainable development will become very harder. അതേപോലെ ഇപ്പോൾ ഒരു ഗ്ലോബൽ ഫുഡ് സിസ്റ്റത്തിനുണ്ടാകുന്ന പ്രോബ്ലംസ് എടുത്താൽ, ലോകത്തുള്ള എല്ലാ ഫുഡ് ഇതെടുത്താലും നമ്മൾ 3 ക്രോപ്സിലാണ് മെയിനായിട്ട് നമ്മൾ റിലേ ചെയ്യുന്നത് അല്ലേ. വി റിലേ ഓൺ ജസ്റ്റ് 3 ക്രോപ്സ്. എന്തായിരിക്കും? ഒന്ന് അരി, ചോറ്, റൈസ്, പിന്നെ ഗോതമ്പ്, വീറ്റ്, അതേപോലെ കോൺ, മെയ്സ് ഒക്കെ.
സോ ഇതാണ് നമ്മുടെ 50% നമുക്ക് കാലറീസ് തരുന്നത് ഈ സാധനങ്ങളാണ്. സോ ഇതിൻ്റെ പ്രോബ്ലം എവിടെയെന്ന് വെച്ചാൽ ദിസ് കോസസ് പ്രോബ്ലംസ് ലൈക്ക് ഒന്ന് പുവർ ന്യൂട്രീഷനാണ്, അതായത് നമുക്ക് ഇനഫ് വെറൈറ്റീസ് ഒന്നും ഇല്ല. ഓക്കെ, നമ്മൾ മെയിനായിട്ട് ഈ ഒരു 3 ക്രോപ്സിൽ റിലേ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ന്യൂട്രീഷൻ ഇൻടേക്ക് കുറവാണ്, ഇനഫ് വെറൈറ്റീസ് ഇല്ലാത്തത് കൊണ്ട്. അതേപോലെ തന്നെ ഈ ക്രോപ്സ് ദേ മേ നോട്ട് ഗ്രോ വെൽ ഇൻ എക്സ്ട്രീം വെതേഴ്സ് അല്ലേ, അപ്പോൾ ഒരു ക്ലൈമറ്റ് റിസ്ക് അവിടെ ഉണ്ട്. പിന്നെ അതേപോലെ ഇത് ഇറ്റ് വിൽ കോസ് മോർ ക്രോണിക് ഡിസീസ് ലൈക്ക് ഡയബറ്റീസും ഒബിസിറ്റിയും ഒക്കെ ഇത് കാരണമാവും. പിന്നെ ഫാമിങ്ങിലുള്ള ടെക്നോളജിയുടെ കാര്യം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ന്യൂ ഫാമിംഗ് ടെക്നോളജീസൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ അത് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എല്ലാവരെയും ഹെൽപ്പ് ചെയ്തു അല്ലെങ്കിൽ എല്ലാവരെയും ഈക്വലി ബെനിഫിറ്റ് ചെയ്തെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നോട്ട് എവരി വൺ ഹാസ് ബെനിഫിറ്റഡ് ഈക്വലി. സോ ദിസ് മേക്സ് ഫുഡ് സിസ്റ്റം വീക്കർ ആൻഡ് അൺഫെയർ ഇൻ സം ഏരിയാസ്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഓപ്പർച്യൂണിറ്റി ക്രോപ്സിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മുടെ ഒരു ട്രഡീഷണൽ ക്രോപ്സിൽ, അതായത് ഇന്ത്യയിൽ നമ്മൾ പണ്ട് ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ധാന്യങ്ങളും അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആ ഒരു പണ്ട് കാലത്തുള്ള ട്രഡീഷണൽ ക്രോപ്സ്, അതായത് എല്ലാത്തിൻ്റെയും ഒരു മലയാളം ട്രാൻസ്ലേഷൻ എനിക്ക് കിട്ടില്ല, അതുകൊണ്ട് ചിലപ്പോൾ ചില ടൈപ്പ് ഓഫ് മില്ലറ്റ്സ് ധാന്യങ്ങൾ, ബക്ക് വീറ്റൊക്കെ ഞാൻ ബ്രൗസ് ചെയ്തപ്പോൾ മലയാളത്തിൽ KOOTU എന്നൊക്കെയാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ കണ്ടത്. പിന്നെ ജാക്ക് ഫ്രൂട്ട്, ചക്ക, അതേപോലെ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോസ്, ട്യൂബേഴ്സ്, യാംസ് ആൻഡ് ട്യൂബേഴ്സ്, അതേപോലെ ചില ലോക്കലായിട്ടുള്ള ബീൻസ്, ലെഗൂംസിൽ ഇൻഡിജിനസ് ലെഗൂംസ്. സോ ഇതൊക്കെ ആയിരുന്നു പണ്ട് കാലങ്ങളിൽ ആൾക്കാർ ഒരുപാട് കഴിച്ചിരുന്നത്, അല്ലെങ്കിൽ ആൾക്കാർ കൾട്ടിവേറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, ദീസ് വർ അവർ ട്രഡീഷണൽ ക്രോപ്സ്. പക്ഷേ ഇപ്പോൾ ആൾക്കാർ കൂടുതലും കൊമേഴ്ഷ്യൽ ക്രോപ്സിലോട്ട് മാറി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. റൈസും വീറ്റൊക്കെ അതാണ് ഇപ്പോൾ കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. സോ എന്തുകൊണ്ടാണ് ഈ ഒരു ക്രോപ്സിനെ ആൾക്കാർ മറന്നുപോയെന്ന് ചോദിച്ചാൽ, ഇവരിപ്പോൾ വിളിക്കുന്നത് നെഗ്ലക്റ്റഡ് ആൻഡ് അണ്ടർ യൂട്ടിലൈസ്ഡ് സ്പീഷീസ് എന്നാണ്. ഓക്കെ, അല്ലെങ്കിൽ അനാഥരായ വിളകൾ, ഓക്കെ, ഓർഫൻ ക്രോപ്സ് എന്നൊക്കെ ഇവരെ വിളിക്കും. ബിക്കോസ് ആൾക്കാർ ഇതിപ്പോൾ വളർത്താറൊന്നുമില്ല. ആൻഡ് വളരെ ബിഗ് ഫാമിംഗ് ഫോക്കസസ് ഓൺ ഫ്യൂ പോപ്പുലർ ക്രോപ്സ്. സോ ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ക്രോപ്സ് എന്ന് വിളിക്കാൻ കാരണം, ഈ ഒരു ട്രഡീഷണൽ ക്രോപ്സ് ദേ ആർ റിയലി ഗുഡ് ബിക്കോസ് ദേ ആർ ഫുൾ ഓഫ് ന്യൂട്രിയൻസ്. ഒന്ന്, ഇത് വളരെ ഹെൽത്തിയാണ്, ഇവർക്ക് ഏത് തരത്തിലുള്ള ക്ലൈമറ്റിനെയും പ്രതിരോധിക്കാൻ സാധിക്കും. അതായത് ക്ലൈമറ്റ് റെസിലിയൻ്റ് ആണ്, ദേ ക്യാൻ ഹാൻഡിൽ ടഫ് വെതർ ലൈക്ക് ഡ്രോട്ട് ഓർ ഹീറ്റ്. സോ ദേ ക്യാൻ ഗ്രൂ വെൽ ഇൻ ലോക്കൽ കണ്ടീഷൻസ് വിതൗട്ട് മച്ച് ഹെൽപ്പ്. സോ ഒരു ഭക്ഷണത്തേക്കാൾ ഉപരി ഇത് നമ്മുടെ കൾച്ചറിൻ്റെ ഒരു ഭാഗമായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, സോ ഈ ഒരു ക്രോപ്സൊക്കെ, നമ്മുടെ ട്രഡീഷണൽ ക്രോപ്സൊക്കെ നമ്മുടെ ലോക്കൽ ഫുഡ് ട്രഡീഷൻസും റെസിപ്പീസൊക്കെ ആയിട്ട് കണക്റ്റഡ് ആണ്. സോ ദേ ഗീവ് അസ് എ നോളേജ് അബൌട്ട് ഫാമിംഗ് ആൻഡ് നേച്ചർ. സോ നമുക്ക് വി ക്യാൻ ഐഡൻറ്റിഫൈ ആൻഡ് കൾച്ചർ ഓഫ് ലോക്കൽ കമ്മ്യൂണിറ്റീസ്. ചില ക്രോപ്സ് ഒരു ലോക്കൽ കമ്മ്യൂണിറ്റീസിൻ്റെ കൾച്ചറിനെയും അതേപോലെ അവരുടെ ഐഡൻറ്റിറ്റിയും ഒക്കെ വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറേ ക്രോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇന്ത്യയിൽ, അല്ലേ. സോ എന്തുകൊണ്ടാണ് ഇത് മാറ്റർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഗ്രോയിങ് ആൻഡ് ഈറ്റിംഗ് ദീസ് ക്രോപ്സ് അഗെയിൻ ക്യാൻ ഹെൽപ്പ് ടു ഇംപ്രൂവ് ന്യൂട്രീഷൻ. അതേപോലെ കർഷകരെയൊക്കെ ആ ഒരു ക്ലൈമറ്റ് പ്രോബ്ലംസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് വി ക്യാൻ കീപ് കൾച്ചറൽ ട്രഡീഷൻസ് അലൈവ് എന്നുള്ളതാണ്. സോ ഇനി നമ്മൾ നോക്കുന്നത് ഇന്ത്യ എങ്ങനെയാണ് നമ്മുടെ ആ ഒരു ക്രോപ്പ് ഡൈവേഴ്സിറ്റി അത് റിവൈവ് ചെയ്യുന്നത് എന്നാണ്. അതായത് വേറെ കമ്മ്യൂണിറ്റീസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് എങ്ങനെയാണ് ഇന്ത്യ ആ ഒരു ക്രോപ്പ് ഡൈവേഴ്സിറ്റി റിവൈവ് ചെയ്യുന്നത് എന്നാണ്. സോ ഇവിടെ തമിഴ്നാടിൻ്റെ ഒരു കേസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കൊല്ലി ഹിൽസിൽ പറയാം, കൊല്ലി ഹിൽസ്, ഈ ഒരു കൊല്ലി ഹിൽസിൽ ഇവിടെ ആൾക്കാർ ഒരുപാട് ടൈപ്പിലുള്ള ചെറുധാന്യങ്ങൾ കൃഷി ചെയ്യുമായിരുന്നു. അതായത് ട്രഡീഷണൽ ഗ്രെയിൻസ് ഓർ വി ക്യാൻ സേ ഇറ്റ് ലൈക്ക് മില്ലറ്റ്സ്. സോ പക്ഷേ പിന്നീട് അവർ ക്യാഷ് ക്രോപ്സിലേക്ക് ഷിഫ്റ്റായി. കസവ, അതേപോലെ കോഫി, പെപ്പർ, ഇതൊക്കെ അവരവിടെ കൃഷി ചെയ്യാൻ തുടങ്ങി. ഓക്കെ, എന്താണെന്ന് ചോദിച്ചാൽ നല്ല പൈസ കിട്ടുമല്ലോ, അതിനേക്കാളും കൂടുതൽ പൈസ കോഫിക്കും പെപ്പറിനൊക്കെ എന്തായാലും കിട്ടും. സോ ഇത് അവിടുത്തെ ആ ഒരു വെറൈറ്റി ഓഫ് ക്രോപ്സ് റിഡ്യൂസ് ചെയ്തു, അല്ലേ. ആ ഒരു റീജിയണിലുള്ള ആ ഒരു ക്രോപ്സിൻ്റെ വെറൈറ്റിയെ റിഡ്യൂസ് ചെയ്തു. സോ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ആഗ്രോ ബയോഡൈവേഴ്സിറ്റി ലോസ്. ഓക്കെ, സോ ഇന്ത്യയിൽ ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചോദിച്ചാൽ, സോ വാട്ട് ഈസ് ഇന്ത്യ ഡൂയിങ് ടു ഹെൽപ്പ് ദിസ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, ഇന്ത്യ ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് എഫേർട്സ് ഇടുന്നുണ്ട് ഈ ഒരു മില്ലറ്റ്സ്, പ്രത്യേകിച്ച് ഈ ഒരു ചെറുധാന്യങ്ങളുടെയൊക്കെ ആ ഒരു അതിൻ്റെ യൂസും പിന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ധാരാളം. ഇപ്പോൾ ഇതാ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് അങ്ങനെ ഒരു പരിപാടി നമ്മൾ നടത്തി. പിന്നെ അതേപോലെ ശ്രീ അന്ന യോജന,
ന്യൂട്രീഷ്യസ് ഗ്രെയിൻസ്. ഈ ഒരു ശ്രീ അന്ന എന്ന് ഉദ്ദേശിക്കുന്നത് ന്യൂട്രീഷ്യസ് ഗ്രെയിൻസ് എന്നാണ്. സോ ഇതിലൂടെയൊക്കെ വി ആർ പ്രൊമോട്ടിങ് മോർ മില്ലറ്റ്സ്. ലൈക്ക് ഒരുപാട് മില്ലറ്റ്സ് നിങ്ങൾ ഗ്രോ ചെയ്യണം, ചെറുധാന്യങ്ങൾ വളർത്തണം, ചെറുധാന്യങ്ങൾ നിങ്ങൾ കഴിക്കണം. പിന്നെ സെല്ലിംഗ് മില്ലറ്റ്സ് ഇൻ മാർക്കറ്റ് ആൻഡ് എക്സ്പോർട്ടിങ് ദം, ആൻഡ് വി ആർ സ്പ്രെഡിങ് അവയർനെസ് അബൌട്ട് ദെയർ ഹെൽത്ത് ബെനിഫിറ്റ്സ്. അതേപോലെ ഒരുപാട് കമ്മ്യൂണിറ്റി ലെഡ് മിഷൻസും നമ്മൾ നടത്തുന്നുണ്ട് ചില സംസ്ഥാനങ്ങളിൽ. അതായത് ഒഡീഷയിലൊക്കെ അവർക്ക് മില്ലറ്റ് മിഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു കൊറാപ്പൂട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് വേറെ ലോക്കൽ ഫാമേഴ്സ് ഹെൽപ്പ് ബ്രിങ് ബാക്ക് മില്ലറ്റ്സ്. ഓക്കെ, സോ ദേ ആർ വർക്കിംഗ്, സോ ദെയർ വർക്ക് ഈസ് ഡൺ ഫ്രം സീഡ് ടു പ്ലേറ്റ്. അതായത് അത് പ്ലാന്റ് ചെയ്യുന്നു, ഗ്രോ ചെയ്യുന്നു, കുക്ക് ചെയ്യുന്നു, പിന്നെ നമ്മളത് കഴിക്കുന്നു. ഓക്കെ, സോ ആ ഒരു വർക്ക് ഇറ്റ് ഈസ് ഡൺ ഫ്രം പ്ലാന്റിങ് ടു ഈറ്റിംഗ്. അതാണ് സീഡ് ടു പ്ലേറ്റ്. ഓക്കെ, so far the focus has been on big millets like റാഗിയിലും ജോവാർ, ബജ്ര. സോ ഇതിലൊക്കെ ആയിരുന്നു നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ്. സോ ഫാർ ദ ഫോക്കസ് ഹാസ് ബീൻ ഓൺ ബിഗ് മില്ലറ്റ്സ് ലൈക്ക് റാഗി, ജോവർ ആൻഡ് ബജ്ര. പക്ഷേ ഫ്യൂച്ചറിൽ ഇന്ത്യ പ്ലാൻസ് ടു സപ്പോർട്ട് സ്മോളർ മില്ലറ്റ്സ് ടു. അതായത് നമ്മുടെ ആ ഒരു പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് നമ്മൾ മില്ലറ്റ്സിനെ ആഡ് ചെയ്യാൻ പോകണം. സോ ഒരുപാട് ആൾക്കാർക്ക് അത് റേഷൻ ഷോപ്പൊന്നും കാര്യങ്ങളും നമുക്ക് വാങ്ങിക്കാൻ പറ്റും. സോ ഇത് എന്തുകൊണ്ടാണ് മാറ്റർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് നല്ല ഹെൽത്തി ഫുഡ്സ് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, വി ക്യാൻ ബ്രിങ് ബാക്ക് ഹെൽത്തി ആൻഡ് ലോക്കൽ ഫുഡ്സ്. അതേപോലെ നമുക്ക് കൃഷിക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ടു ഗ്രോ ക്ലൈമറ്റ് ഫ്രണ്ട്ലി ക്രോപ്സ്. അതേപോലെ ആ ഒരു ട്രഡീഷണൽ ഫുഡ് സിസ്റ്റം അതിനെ അലൈവ് ആക്കി നിർത്താൻ ഇങ്ങനത്തെ പ്രോഗ്രാംസും കാര്യങ്ങളിലൂടെ, പ്രൊജക്ട്സിലൂടെ നമുക്ക് സാധിക്കുന്നതായിരിക്കും. സോ എന്താണ് ഇപ്പോൾ ഈ ഒരു ബയോ ഹാപ്പിനെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സോ ബയോ ഹാപ്പിനെസ് എന്ന് വെച്ചാൽ നമുക്ക് സിംപ്ലി ബയോ ഹാപ്പിനെസ്സിനെ നമുക്ക് പറയാം, അതായത് ആ ഒരു ഹാപ്പിനെസ് ആൻഡ് വെൽബീയിങ് ത്രൂ പ്രകൃതി. അതായത് നേച്ചറിലൂടെയും ബയോഡൈവേഴ്സിറ്റിയിലൂടെയും ഉള്ള ആ ഒരു സന്തോഷം കണ്ടെത്തൽ, അതിന് അങ്ങനെ നമുക്ക് പറയാം. ലൈക്ക് മീൻസ് ഫൈൻഡിങ് ഹാപ്പിനെസ് ആൻഡ് വെൽബീയിങ് ത്രൂ നേച്ചർ ആൻഡ് ബയോഡൈവേഴ്സിറ്റി. അതായത് നമ്മുടെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനോടൊപ്പം വി ആർ ഓൾസോ ഇംപ്രൂവിങ് പീപ്പിൾസ് ലൈഫ്, അല്ലേ? സോ ഇവിടെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ആ ഒരു എവർഗ്രീൻ റവല്യൂഷനെ പറ്റിയിട്ടാണ്. അതായത് 50 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ MS സ്വാമിനാഥൻ വാസ് ആൻ ഇന്ത്യൻ സയൻറ്റിസ്റ്റ് സജസ്റ്റഡ് എ വെരി ബെറ്റർ വേ ടു ഗ്രോ ഫുഡ്. സോ ഒരുപാട് കെമിക്കൽസിലോട്ടൊന്നും പോവാതെ ആൾ പ്രൊമോട്ട് ചെയ്തൊരു എവർഗ്രീൻ റവല്യൂഷനാണല്ലേ, ഫാമിംഗ് ദാറ്റ് കീപ്സ് നേച്ചർ ഹെൽത്തി. സോ ഈ ഒരു ട്രഡീഷണൽ ഫുഡ്, അതായത് ഈ മില്ലറ്റ്സും, അതായത് നമ്മുടെ ആ ഒരു ട്രഡീഷണൽ ഫുഡുകളായ ചില മില്ലറ്റ്സും വൈൽഡ് ഗ്രീൻസും നേറ്റീവ് ക്രോപ്സും ഒക്കെ തിരിച്ച് കൊണ്ടുവരുന്നതിലൂടെ ഇറ്റ് ക്യാൻ ഗീവ് എസ് ന്യൂട്രീഷൻ, അല്ലേ? ഒന്ന് അതാണ്, ന്യൂട്രീഷൻ്റെ കാര്യമാണ്. അതിന് ഒരുപാട് വിറ്റാമിൻസും ആൻഡ് ഇറ്റ് ക്യാൻ പ്രൊവൈഡ് അസ് വിത്ത് ബെറ്റർ ഹെൽത്ത്. അതേപോലെ നമ്മുടെ കൾച്ചറുമായിട്ട് വളരെയധികം അടുത്ത് നിൽക്കുന്ന ചില ഫുഡുകൾ ഉണ്ടാവും, അല്ലേ? സോ ഇറ്റ് വിൽ കീപ്പ് അവർ ഫുഡ് ട്രഡീഷൻസ് അലൈവ്. ആൻഡ് എൻ്റെ ഓവറോൾ അതൊരു നമ്മുടെ പ്രകൃതിക്ക്, എൻവയോൺമെൻറ്റിന് തന്നെ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. ഇറ്റ് ക്യാൻ സപ്പോർട്ട് ക്ലീൻ ആൻഡ് ഗ്രീൻ ഫാമിംഗ്. സോ ഒരു ന്യൂ കൈൻഡ് ഓഫ് സയൻസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഒരു ബയോഡൈവേഴ്സിറ്റി സയൻസ് ദാറ്റ് കണക്ട്സ്, അതായത് ഫാമിങ്ങിനെയും ഫുഡുമായിട്ട് കണക്ട് ചെയ്യുക. ഇന്ത്യ ക്യാൻ ബിക്കം എ ലീഡർ ഇൻ ബയോഡൈവേഴ്സിറ്റി സയൻസ് എന്നുള്ളതാണ്. ഒന്ന് നമുക്ക് അത്രയും വലിയ ഒരു ബയോഡൈവേഴ്സിറ്റി, റിച്ച് ബയോഡൈവേഴ്സിറ്റി ഉള്ളൊരു സ്ഥലമാണല്ലേ. ആൻഡ് വി ഹാവ് എ ഗ്രേറ്റ് ട്രഡീഷണൽ നോളജ് ആൻഡ് കൾച്ചർ. സോ നമുക്ക് നമ്മുടെ കൃഷിയെയും ഫുഡിനെയും, അതായത് ഫാമിംഗ് ആൻഡ് ഫുഡ്, വി ക്യാൻ കണക്ട് ഫാമിംഗ് ആൻഡ് ഫുഡ്. അതേപോലെ ഹെൽത്തും ന്യൂട്രീഷൻസും നമുക്ക് കണക്ട് ചെയ്യാം. ക്ലൈമറ്റ് ചേഞ്ചും നാച്ചുറൽ ഡിസാസ്റ്റേഴ്സും വി ക്യാൻ കണക്ട് ദം. ആൻഡ് ജോബ്സ് ആൻഡ് ഗ്രീൻ എക്കോണമി. ഓക്കെ, സോ ഇതാണ് ഒരു ബയോഡൈവേഴ്സിറ്റി സയൻസ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അതാണ്. സോ ഇതിനെയൊക്കെ ലിങ്ക് ചെയ്തുകൊണ്ടുള്ള ആ ഒരു പ്രകൃതിയെ സംരക്ഷിക്കൽ. സോ ഇന്ത്യയുടെ ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റി നമ്മളിവിടെ പറയുമ്പോൾ, ഇന്ത്യക്ക് നമുക്കറിയാം വി ഹാവ് ലോട്ട് ഓഫ് റിസർച്ചേഴ്സ് ആൻഡ് സയൻറ്റിസ്റ്റ് ആൻഡ് ഓൾ. വി ഹാവ് വെരി സ്ട്രോങ് സയൻറ്റിസ്റ്റ് ആൻഡ് റിസർച്ചേഴ്സ്. അതേപോലെ വി ആർ ഹാവിങ് വെരി റിച്ച് ബയോഡൈവേഴ്സിറ്റി. അതേപോലെ നമുക്ക് ഒരുപാട് ട്രഡീഷണൽ നോളേജും കൾച്ചറൊക്കെ ഉണ്ട്. സോ നമുക്കൊരു കൺസർവേഷൻ ലെഡ് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ സാധിക്കും. അതായത് നമ്മുടെ എക്കണോമിയും ഗ്രോ ചെയ്യും, അതേപോലെ തന്നെ വി ക്യാൻ പ്രൊട്ടക്ട് നേച്ചർ ആൻഡ് പീപ്പിൾസ് ഹെൽത്ത്. സോ ഈ ഒരു ബയോ ഹാപ്പിനെസ് എന്നതിലൂടെ നമ്മൾ കാണുന്ന ഫ്യൂച്ചർ എന്താണ്? നമ്മുടെ പ്രകൃതി, നേച്ചർ ഈസ് പ്രൊട്ടക്റ്റഡ്, അതേപോലെ ആൾക്കാരൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ജീവിക്കുന്നു, പീപ്പിൾ ആർ ഹെൽത്തി. അതേപോലെ ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട്, അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ആൻഡ് ഡെവലപ്മെൻറ്റ് ഈസ് ഫെയർ ആൻഡ് സസ്റ്റൈനബിൾ. സോ അതാണ് നമ്മുടെ ഫ്യൂച്ചർ. സോ അതാണ് നമ്മുടെ ഗോള്, വിച്ച് ഈസ് ബയോ ഹാപ്പിനെസ്. സോ വി ക്യാൻ മൂവ് ടു അവർ നെക്സ്റ്റ് ടോപ്പിക്, missing climate disasters by focusing on global warming levels explained.
സോ ഈസ് ഗ്ലോബൽ വാർമിംഗ് ബിക്കമിങ് എ ഡിസ്ട്രാക്ഷൻ എന്നുള്ളതാണ്. പ്രിലിംസിൽ നമുക്കറിയാം എൻവയോൺമെൻറ്റ് എക്കോളജിയിൽ വരുന്നൊരു ടോപ്പിക്കാണ്. GS പേപ്പർ 1 ജനറൽ ഇഷ്യൂസ് ഓൺ എൻവയോൺമെൻറ്റ് എക്കോളജി, ബയോഡൈവേഴ്സിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. അതേപോലെ തന്നെ മെയിൻസിൽ GS പേപ്പർ 3 അണ്ടറിൽ വരുന്നൊരു ടോപ്പിക്കാണ് കൺസർവേഷൻ, എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ആൻഡ് ഡീഗ്രഡേഷൻ, എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട് അസസ്മെൻറ്റ്. സോ ഇവിടെ ഈ ന്യൂസിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം നോക്കാനുള്ളത് പാരീസ് എഗ്രിമെൻ്റ് ആണ്. സോ പാരീസ് എഗ്രിമെൻ്റ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. നമുക്കറിയാം ഇറ്റ് ഈസ് എ ലീഗലി ബൈൻഡിങ് ഇൻ്റർനാഷണൽ ട്രീറ്റി ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. 2015 അഡോപ്റ്റ് ചെയ്തതാണ്. 196 കൺട്രീസ് സമ്മതിച്ചതാണ് അറ്റ് ദി UN ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ്, അതായത് COP21. ഓക്കെ, സോ ഇതിൻ്റെ ഒരു പ്രൈമറി ഗോൾ എന്ന് വെച്ചാൽ ടു ലിമിറ്റ് ഗ്ലോബൽ ടെമ്പറേച്ചർ increase to 2 degrees Celsius above pre-industrial levels എന്നുള്ളതാണ്. ആൻഡ് pursue efforts to limit the increase to 1.5 degrees Celsius. സോ 2 ഡിഗ്രി സെൽഷ്യസിൽ താഴെ നിർത്തുക, പറ്റുകയാണെന്നുണ്ടെങ്കിൽ 1.5 താഴെ കൊണ്ടുവരാൻ നോക്കുക. സോ ഇവിടെ ഒരു നമ്മൾ പറയുന്നുണ്ട് ഒരു പ്രീ ഇൻഡസ്ട്രിയൽ ടൈംസ് എന്ന ഒരു മെൻഷൻ ഉണ്ടല്ലേ. സോ വെൻ വി സേ കമ്പയർഡ് ടു ടെമ്പറേച്ചേഴ്സ് ബിഫോർ ഫാക്ടറീസ് ആൻഡ് മെഷീൻസ് ബിക്കെയിം കോമൺ, ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ആ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷന് മുമ്പുള്ള സമയത്തെക്കുറിച്ചാണ്. ഓക്കെ, അറൗണ്ട് ലേറ്റ് 1700 1800 ആ ടൈമാണ്. സോ നമുക്കറിയാം എന്താണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് ചോദിച്ചാൽ ദാറ്റ് വാസ് എ ടൈം വെൻ ആൾക്കാർ മെഷീൻസൊക്കെ യൂസ് ചെയ്ത് തുടങ്ങി ആൻഡ് ഫാക്ടറീസൊക്കെ കോമൺ ആയിട്ട് മേക്ക് ഗുഡ്സ്. അതേപോലെ നമ്മൾ ഒരുപാട് കോളും കൽക്കരിയൊക്കെ ബേൺ ചെയ്യാൻ തുടങ്ങി. അതേപോലെ ഓയിലും ഗ്യാസും എനർജിയും ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. സോ ഇറ്റ് കോസ്റ്റ് എ ബിഗ് റൈസ് ഇൻ പൊല്യൂഷൻ അല്ലേ, എസ്പെഷ്യലി നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ്, ഗ്രീൻ ഹൗസ് ഗ്യാസസ്. സോ ഇത് എന്തുകൊണ്ടാണ് ഇതിനൊരു ബേസ് ലൈനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സയൻറ്റിസ്റ്റ് യൂസ് ദി ടെമ്പറേച്ചർ ബിഫോർ ദിസ് ടൈം ആസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഓക്കെ, അതാണ് ആ ഒരു പ്രീ ഇൻഡസ്ട്രിയൽ ബേസ് ലൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ടു മെഷർ ഹൗ മച്ച് ദി എർത്ത് ഹാസ് വാംഡ്. സോ ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പറയുമ്പോൾ വി ക്യാൻ സേ ലൈക്ക് ഒരു 1.5 ഡിഗ്രി സെൽഷ്യസിൻ്റെ റൈസ് ഉണ്ടായെന്ന് വെച്ചാൽ ദാറ്റ് മീൻസ് ഇപ്പം നമ്മുടെ എർത്ത് 1.5 ഡിഗ്രി സെൽഷ്യസ് വാമറാണ് ദാൻ ഇറ്റ് വാസ് before the industrial age began. So let's compare today's temperature to how warm the earth was before humans started polluting it a lot. Okay, so അതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. സോ നമ്മളിവിടെ പാരീസ് എഗ്രിമെൻ്റ് നോക്കി. സോ ഒരു പാരീസ് എഗ്രിമെൻ്റ് ഒരു ദിസ് ഗോൾ ഈസ് ഫോർ ദി ഇയർ 2100 വരെയുള്ളതാണ്. ഓക്കെ, പാരീസ് എഗ്രിമെൻറ്റ്. സോ നമ്മളിവിടെ പറഞ്ഞു ഈ ഒരു 1.5 ഡിഗ്രി സെൽഷ്യസ് ആക്കണം, അതായത് ഇൻസ്റ്റെഡ് ഓഫ് 2 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ ദ്വീപുകളില്ലേ, സ്മോൾ ഐലൻഡ്സ്, അതേപോലെ ഡെവലപ്ഡ് അല്ലാത്ത ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസ് ഇല്ലേ, സോ അവരാണ് പറഞ്ഞത് ഈ ഒരു സ്ട്രിക്റ്റർ ലിമിറ്റ് വെക്കണം, 1.5 ഡിഗ്രി സെൽഷ്യസും മതി എന്ന് പറഞ്ഞത്. ബിക്കോസ് ഒന്ന് റൈസിങ് സീ ലെവൽസ് ആണ്, അതായത് ഒന്ന് റൈസിങ് സീ ലെവലാണ്, അതേപോലെ ആ ഒരു ഹീറ്റ് എഫക്റ്റ് ആണ്. സോ അത് അവരെ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ചെറിയൊരു സ്മോൾ ഡിഫറൻസ് പോലും ഇപ്പോൾ വലിയ വലിയ ഫ്ലഡുകളും സ്റ്റോംസും അതേപോലെ ഹീറ്റ് വേവ്സിനൊക്കെ കാരണമാവുന്നുണ്ട്. സോ വാട്ട് അബൌട്ട് ക്ലൈമറ്റ് മോഡൽസ്? ഇപ്പോൾ സയൻറ്റിസ്റ്റുകൾ ഉപയോഗിക്കുന്നത് കമ്പ്യൂട്ടർ മോഡൽസ് ആണ് അല്ലേ. ഒരു ഫ്യൂച്ചർ ക്ലൈമറ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ മോഡൽസ് ആണ്. ലൈക്ക് ഇപ്പോൾ ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ മഴ എങ്ങനെയാണ് വരിക, സീ ലെവൽ എങ്ങനെയായിരിക്കും. പക്ഷേ ഈ മോഡൽസിനൊക്കെ ഒരുപാട് അൺസർട്ടനിറ്റീസ് ഉണ്ട് അല്ലേ. അതായത് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് നമുക്കറിയാം അവരൊരിക്കലും പെർഫെക്റ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഓക്കെ, ദേ ആർ നോട്ട് പെർഫെക്റ്റ്. സോ ദ ഫ്യൂച്ചർ ഡിപ്പെൻഡ് ഓൺ ഗെസ്സസ് അല്ലേ. ഫ്യൂച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു ഗെസ്സിലാണ്. അതായത് നമ്മൾ എത്രത്തോളം എനർജി നമ്മൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പൊല്യൂഷൻ എത്രത്തോളം ഫാസ്റ്റിൽ ഗ്രോ ചെയ്യാം, ഹൗ ഫാസ്റ്റ് പൊല്യൂഷൻ ഗ്രോസ്, അല്ലെങ്കിൽ വാട്ട് ക്ലൈമറ്റ് പോളിസീസ് ഗവൺമെൻറ് വിൽ ഫോളോ. സോ ഇതൊക്കെ ഒരു ഗെസ്സാണ്. ഓക്കെ, സോ ഇതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ക്ലൈമറ്റ് മോഡൽസ് അങ്ങനെ പറയാൻ കഴിയില്ല. സോ ഈ ഒരു വൈ ആർ പ്രഡിക്ഷൻസ് ആഫ്റ്റർ 2050 ലെസ് സർട്ടൈൻ എന്നുള്ളതാണ്. സോ 2050 ശേഷം ഇത് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും ടു നോ വാട്ട് വിൽ ഹാപ്പൻ. ബിക്കോസ് ഒന്ന് ദി ഫർദർ ഇൻ ടു ദ ഫ്യൂച്ചർ ദ മോർ ദി അൺനോൺസ് അല്ലേ. നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല ഇനി എത്രത്തോളം അങ്ങോട്ട് പോകുമ്പോൾ എന്തൊക്കെ ഇനി വരാനിരിക്കുന്നത് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. ആൻഡ് അത് കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നു എന്നതിലാണ്. ഓക്കെ, സോ ഇതെന്താണ് മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴാണ് ആക്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ഇപ്പോഴാണ് പൊല്യൂഷൻ കട്ട് ചെയ്യേണ്ടത് ടു പ്രൊട്ടക്ട് ദി പ്ലാന്റ്സ്. അതേപോലെ നമ്മൾ എടുക്കുന്ന ചെറിയ ചെറിയ സ്മോൾ ചോയ്സസ് ക്യാൻ ഹാവ് ബിഗ് എഫക്ട്സ് ഓൺ അവർ ഫ്യൂച്ചർ എന്നുള്ളതാണ്. So we look on to the relevance of global mean
വാർമിങ്. സോ നമുക്കറിയാം 2023 2024 എന്നൊക്കെ പറയുന്നത് വളരെ ചൂടേറിയ വർഷങ്ങളായിരുന്നു അല്ലേ. ഇത് ടെമ്പറേച്ചർ റെക്കോർഡ്സിനൊക്കെ ബ്രേക്ക് ചെയ്തു. ആൻഡ് ഇത് കാണിക്കുന്നത് നമ്മുടെ എർത്ത് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. എർത്ത് ഈസ് വാർമിങ് ഫാസ്റ്റർ. സോ സയൻറ്റിസ്റ്റ് ആൾക്കാരൊക്കെ വളരെയധികം വെറീഡ് ആണ്. വി മൈറ്റ് സൂൺ ഗോ ഓവർ ദി 1.5 ആ ഒരു ലിമിറ്റ് നമ്മളുണ്ടല്ലോ, 1.5 ഡിഗ്രി സെൽഷ്യസ്, ആ ഒരു ലിമിറ്റ് ഓഫ് വാർമിങ്, അതും കടന്ന് നമ്മൾ പോകുമെന്ന് ആൾക്കാരൊക്കെ ഇപ്പോൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, എസ്പെഷ്യലി സയൻറ്റിസ്റ്റ് ഒക്കെ. സോ ഈ ഒരു ലിമിറ്റ് എവിടെ നിന്നാണ് വന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. വേർഡ് ഇറ്റ് ദി ഈ ഒരു 2 ഡിഗ്രി സെൽഷ്യസിന്റെ ആ ഒരു ലിമിറ്റ് നമ്മൾ പറഞ്ഞില്ലേ. സോ ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് നോക്കിയാൽ ദിസ് ഈസ് ഇൻ എ മാജിക്കൽ നമ്പർ. ഓക്കെ, ഈ ഒരു 2 ഡിഗ്രി ടാർഗറ്റ് എന്ന് പറയുന്നത് പിന്നീട് ആ ഒരു 1.5 ഡിഗ്രി സെൽഷ്യസ് ഇതെന്ന് പറയുന്നത് ഒരു ഇറ്റ് ഈസ് ഇൻ എ മാജിക് നമ്പർ. ഇത് ആദ്യം സജസ്റ്റ് ചെയ്തത് ഒരു 1970s ഇതൊരു എക്കണോമിസ്റ്റ് ആണ് സജസ്റ്റ് ചെയ്തത്. ഓക്കെ, ഇതൊരു ക്ലൈമറ്റ് സയന്റിസ്റ്റ് അല്ല ഈ ഒരു ലിമിറ്റ് സജസ്റ്റ് ചെയ്തത്. ആൻഡ് ഈ ഒരു എക്കണോമിസ്റ്റിന്റെ പേര് വില്യം നോഡാസ് എന്നാണ്. അതൊന്നും പേരൊന്നും നിങ്ങൾ കാണാണ്ട് പഠിക്കണ്ട. നോർദോസ്, വില്യം നോർദോസ്. ഓക്കെ, അപ്പോൾ പുള്ളിയാണ് സജസ്റ്റ് ചെയ്തത്. സോ എന്താണ് ഈ ഒരു 1.0 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ഈ ഒരു 2 ഡിഗ്രി സെൽഷ്യസ്, ഇത് എങ്ങനെയാണ് സ്പെഷ്യൽ ആവുന്നതെന്ന് ചോദിച്ചാൽ, ഒരു സയൻസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പേഴ്സ് ഉണ്ടല്ലോ, ദീസ് നമ്പേഴ്സ് ആർ നോട്ട് എക്സാക്ട് ഡേഞ്ചർ ലൈൻസ്. ഓക്കെ, അതായത് ഒരു ചെറിയ ടെമ്പറേച്ചറിൽ വരുന്ന ഒരു ചെറിയ ഇൻക്രീസ് പോലും വളരെയധികം റിസ്ക് ആണ്. ഓക്കെ, ദർ ഇസ് നോ സഡൻ ജംപ് അറ്റ് എക്സാക്ട്ലി 1.5 or 2. സോ ഇവിടുത്തെ കൺസേൺ എന്താണെന്ന് വെച്ചാൽ, വാട്ട്സ് ദ റിയൽ കൺസേൺ? സോ നമുക്കറിയില്ല, അതായത് എത്രത്തോളം ചൂടാണ്, അല്ലെങ്കിൽ ഫോർ ഹൗ ലോങ് ഇറ്റ് ടേക്സ് ടു കോസ് ഡിസാസ്റ്റേഴ്സ് അല്ലേ. എത്രത്തോളം ചൂടാണ് വേണ്ടി വരുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം സമയം വേണം ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവാൻ എന്നുള്ള പറ്റി നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. സോ ഇപ്പോൾ ഒരു ഡിസാസ്റ്റേഴ്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മെൽറ്റിംഗ് ഐസ് ക്യാപ്സ്, അതേപോലെ സീ ലെവൽ റൈസ്, എക്സ്ട്രീം ആയിട്ടുള്ള ഫ്ലഡും ഡ്രോട്ടും ഹീറ്റ് വേവ്സും ഒക്കെ നമ്മളിപ്പോൾ ഒരുപാട് ഡിസാസ്റ്റേഴ്സ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ, ഹാപ്പനിങ് വിത്ത് എവറി ബിറ്റ് ഓഫ് വാർമിങ്. സോ നമ്മൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വാട്ട് ഷുഡ് വി ഡു? സോ നമ്മൾ ഇപ്പോൾ അതായത് ഈ ഒരു നമ്പറിൽ ഡിപ്പെൻഡ് ചെയ്യാതെ, ഇതിപ്പോൾ 1.5 ആണോ, 1.75 ആണോ, 2 ആണോ, അതല്ല ഇമ്പോർട്ടൻ്റ്. ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ടു ആക്ട് നൗ. നമ്മൾ ഡിസാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിട്ട് തന്നെ ഇരിക്കണം ഇനിയുള്ള കാലങ്ങളിൽ, ഫ്യൂച്ചറിൽ. ആൻഡ് വി ഷുഡ് പ്രൊട്ടക്ട് പീപ്പിൾ ആൻഡ് നേച്ചർ. ആൻഡ് നമ്മൾ സിറ്റീസിനെയും ഫാംസും വാട്ടർ സിസ്റ്റമൊക്കെ അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യണം. സോ ഇൻ സിമ്പിൾ വേർഡ്സ്, ഒരു നമ്പറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. ഓക്കെ, ഡോണ്ട് വെയിറ്റ് ഫോർ എ നമ്പർ. എർത്ത് ദിനം ദിനം ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഹോട്ടർ. ആൻഡ് ഏതൊരു ചെറിയ ലിറ്റിൽ ബിറ്റ് വിൽ മേക്ക് തിങ്സ് വേഴ്സ്. സോ വി നീഡ് ടു പ്രിപ്പയർ ആൻഡ് പ്രൊട്ടക്ട് ലൈഫ്സ് നൗ. സോ നമ്മൾ ഈ ഒരു ലിമിറ്റ് ക്രോസ് ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു 1.5 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ആ ഒരു ലിമിറ്റ് നമ്മൾ ക്രോസ് ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. അതായത് സയൻറ്റിസ്റ്റുകൾ യൂസ് ചെയ്യുന്നത് ഒന്ന് റിയൽ വേൾഡ് മെഷർമെൻറ്റ്സ് ആണ്. അതായത് ആ ഒരു വെതർ സ്റ്റേഷൻസിൽ ആ ഒരു ഡാറ്റയിലൂടെയും അതേപോലെ സാറ്റലൈറ്റ്സിലൂടെയൊക്കെ അങ്ങനെയാണ് അത് മെഷർ ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ നമ്മുടെ കമ്പ്യൂട്ടർ മോഡലാണ്. ഓക്കെ, അത് ലൈക്ക് സിമുലേഷൻസ് ദാറ്റ് പ്രെഡിക്റ്റ് ക്ലൈമറ്റ് ചേഞ്ച്. സോ ഈ രണ്ട് സോഴ്സസ് എടുത്താലും ദേ ഡോണ്ട് ഓൾവേസ് എഗ്രി എക്സാക്ട്ലി. ഓക്കെ, സോ അവർ രണ്ടുപേരും സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് നമ്പേഴ്സാണ് നമുക്ക് തരിക. സോ 2024 2025 എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, 2024 അവസാനത്തോട് കൂടിയിട്ട് ചില ക്ലൈമറ്റ് മോഡൽസ് പറഞ്ഞു നമ്മൾ 1.5 ഡിഗ്രി സെൽഷ്യസിന്റെ വാർമിംഗ് നമ്മൾ ക്രോസ് ചെയ്തു എന്ന് പറഞ്ഞു. ചിലവർ പറഞ്ഞു ഇല്ല, നമ്മൾ ക്രോസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ 2025 കാര്യം എടുക്കുമ്പോൾ 2024 ഇറ്റ് ഈസ് എ ബിറ്റ് സ്ലോവർ. ഓക്കെ, ദ വാർമിംഗ് സോ ഫാർ സീംസ് ടു ബി എ ബിറ്റ് സ്ലോവർ. സോ ഇവിടെ എന്താണ് പ്രോബ്ലം എന്ന് വെച്ചാൽ, ഈ ഒരു ഡിഫറൻസും ഈ ഒരു അൺസർട്ടനിറ്റിയും കാരണം, ഈ ഒരു ഡാറ്റയും അതേപോലെ ഈ മോഡൽസിലുള്ള ഡിഫറൻസും അൺസർട്ടനിറ്റിയും കാരണം, ഫോക്കസിങ് ഓൺ ഓൺലി വൺ ഗ്ലോബൽ ടെമ്പറേച്ചർ നമ്പർ, അതായത് ഈ ഒരു 1.5 ഡിഗ്രി സെൽഷ്യസിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിലൂടെ ഇത് നമ്മളെ മിസ്ലീഡ് ചെയ്യും. ഓക്കെ, സോ നമ്മളിവിടെ എന്തിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ നോക്കണം. ഇൻസ്റ്റഡ് വാട്ട് ഷുഡ് വി ഫോക്കസ് ഓൺ ഇൻസ്റ്റഡ്? സോ ഈ ഒരു 1.5 ഡിഗ്രി സെൽഷ്യസ് ഈ ഒരു അതിൽ ആർഗ്യൂ ചെയ്യാന്നല്ലാതെ, അതായത് റാദർ ദാൻ ആർഗ്യൂയിങ് അബൌട്ട് വെദർ വി ഹിറ്റ് എക്സാക്ട്ലി 1.5 ഡിഗ്രി സെൽഷ്യസ്, കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ട് നമ്മൾ റിയൽ ലൈഫ് ഇമ്പാക്ട്സ് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു ഹീറ്റ് വേവ്സും ഫ്ലഡും വൈൽഡ് ഫയേഴ്സും ഒക്കെ വാച്ച് ചെയ്യുക. ആൻഡ് വി ഷുഡ് ടേക്ക് ആക്ഷൻ നൗ ടു പ്രിപ്പയർ ആൻഡ് റിഡ്യൂസ് ഫ്യൂച്ചർ ഹാംസ് എന്നുള്ളതാണ്.
സോ അതായത് ഡിഫറെൻറ്റ് ടൂൾസ് ഡിഫറെൻറ്റ് ആൻസേഴ്സ് ആണ് തരിക. സോ ഈ ഒരു എക്സാക്ട് നമ്പേഴ്സിൽ അതിൽ കൂടുതൽ സ്ട്രെസ് ചെയ്യാതെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ആ ഒരു വി ഷുഡ് ഫോക്കസ് ഓൺ ദ റിയൽ ഡാമേജ് ഹാപ്പനിങ് ആൻഡ് ഹൗ ടു ഡീൽ വിത്ത് ഇറ്റ് എന്നുള്ളതാണ്. സോ ഇനി നമുക്കിവിടെ നോക്കാനുള്ളത് ദി ഫോക്കസ് ഓൺ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് ആൻഡ് റെസ്പോൺസ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. സോ നമുക്കറിയാം ഈ ഒരു ക്ലൈമറ്റ് ഡിസാസ്റ്റേഴ്സ് ഒക്കെ ഇത് വരെ ഇത് ഭയങ്കര മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഹീറ്റ് വേവ്സ് ആണെന്നുണ്ടെങ്കിലും പ്രളയം ഫ്ലഡ്സ് ആണെന്നുണ്ടെങ്കിലും ഡ്രോട്ട് ആണെന്നുണ്ടെങ്കിലും ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ വരുന്നുണ്ട് അല്ലേ. പിന്നെ അത് വരുന്നത് മാത്രമല്ല, ഇതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഇത് ഒരുപാട് ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. മുമ്പ് വരുന്ന പോലെ അല്ല ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ വരുന്നത് ഭയങ്കര സീന് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇത് വേറെ ഒരുപാട് മരണങ്ങളിലേക്കും അതേപോലെ ബിഗർ ഇൻഷുറൻസ് ലോസസിലേക്കൊക്കെ, അതായത് മണി പെയ്ഡ് ആഫ്റ്റർ ഡിസാസ്റ്റർ. സോ ഇവിടെയൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇത് ലീഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ക്ലൈമറ്റ് ഡിസാസ്റ്റേഴ്സ്. ദേ ആർ ഗെറ്റിംഗ് വെരി വേഴ്സ്. സോ ഏർലി വാർണിംഗ് സിസ്റ്റംസ് ആർ ഗെറ്റിംഗ് ബെറ്റർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ UN-ന്റെ ഏർലി വാർണിംഗ് ഫോർ ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു പരിപാടിയുണ്ട്, പുതിയൊരു സിസ്റ്റം ഉണ്ട്. സോ അതിലൂടെ ആൾക്കാരെ മുമ്പ് തന്നെ വാൺ ചെയ്യും. They warn people about coming disasters. So this give time to prepare and stay safe എന്നുള്ളതാണ്. സോ വാട്ട് മേക്സ് ദീസ് വാർണിംഗ്സ് വർക്ക് എന്ന് ചോദിച്ചാൽ, ഫോർ ഏർലി വാർണിംഗ് ടു സേവ് ലൈഫ്സ് 3 things ആർ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഈ ഒരു വാർണിംഗ് ഒക്കെ കൊടുക്കുന്നു പറഞ്ഞു. സോ ഈ ഒരു ഏർലി വാർണിംഗ്സ് എങ്ങനെയാണ് ആൾക്കാരെ സേവ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഈ ഒരു വാർണിംഗ്സ് ഇറ്റ് മസ്റ്റ് റീച്ച് എവറി പീപ്പിൾ അല്ലേ. വില്ലേജസിലും ടൗൺസിലും റിമോട്ട് ഏരിയാസിലുള്ള ആൾക്കാരിലേക്ക് വരെ ഈ വാർണിംഗ് സിഗ്നൽസ് എത്തണം. ഒരു ലാസ്റ്റ് മൈൽ ഡെലിവറി അവിടെ നടക്കണം. ആൻഡ് ഈ വാർണിംഗ്സ് ഇത് കറക്റ്റ് ആയിരിക്കണം, പിന്നെ അത് ടൈമിലായിരിക്കണം അല്ലെ, ഓൺ ടൈമിലായിരിക്കണം. അല്ലാണ്ട് വൈകിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ജീവന് തന്നെ ആപത്തായിരിക്കും. സോ ആ ഒരു ഫോർകാസ്റ്റിംഗ് അക്യുറസി കൂട്ടണം. അതേപോലെ ലോക്കൽ ഏജൻസീസ് ആണെന്നുണ്ടെങ്കിലും ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിലും ഈ വാർണിംഗ്സ് കിട്ടിക്കഴിഞ്ഞാൽ ദേ ഷുഡ് ആക്ട് ക്വിക്ക്ലി, ആക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ ആ ലാസ്റ്റ് മൈൽ ഡെലിവറിയും ഫോർകാസ്റ്റ് അക്യുറസിയും ആക്ഷനിലൂടെയും സോ നമുക്ക് ഇതാണ് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോർ ഏർലി വാർണിംഗ് ടു സേവ് ലൈഫ്സ്. പിന്നെ അക്കൗണ്ടബിലിറ്റി ആണ്. അക്കൗണ്ടബിലിറ്റി മാറ്റേഴ്സ്. അതായത് ഈ ഒരു ഫോർകാസ്റ്റ് ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെൻറ് അവിടെ നേരെ പ്രവർത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ദോസ് മിസ്റ്റേക്സ് ഷുഡ് ബി ട്രാക്ഡ് ആൻഡ് ഫിക്സ്ഡ് അല്ലേ. സോ പീപ്പിൾ ലൈഫ്സ് ഡിപ്പെൻഡ് ഓൺ ഡൂയിങ് ഇറ്റ് റൈറ്റ്. അവിടെയാണ്. ഓക്കെ, സോ അത് നേരെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ ജീവൻ തന്നെ അത് ആപത്താവും. സോ വി ക്യാൻ റെഡ്യൂസ് ദ റിസ്ക് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ആ ഒരു റിസ്ക് റെഡ്യൂസ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. സോ ഈ ഒരു ക്ലൈമറ്റ് ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ വിധിയല്ല. ഇറ്റ് ആർ ജസ്റ്റ് ഫെയ്റ്റ്. നമുക്ക് വേറെ കുറച്ച് ആക്ഷൻസ് എടുക്കാൻ പറ്റും ടു റെഡ്യൂസ് ദെയർ ഇമ്പാക്റ്റ്. സോ ദിസ് ഇൻക്ലൂഡ്സ് ബെറ്റർ പ്ലാനിങ്, സ്മാർട്ടർ ബിൽഡിംഗ് ആൻഡ് സേവിങ് നേച്ചർ ആൻഡ് ലിസണിങ് ടു വാർണിംഗ്സ്. സോ ഡിസാസ്റ്റേഴ്സ് ആർ ഗെറ്റിംഗ് വെരി വേഴ്സ് അല്ലേ. ഡിസാസ്റ്ററൊക്കെ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നല്ല വാർണിംഗ് സിഗ്നൽസിലൂടെയും സ്മാർട്ട് ആക്ഷനിലൂടെയും വി ക്യാൻ പ്രൊട്ടക്ട് ലൈഫ്സ് എന്നുള്ളതാണ്. അതായത് ആരെങ്കിലും അവിടെ ആക്ട് ചെയ്യാൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ ദേ ഷുഡ് ബി ഹെൽഡ് റെസ്പോൺസിബിൾ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സോ നമ്മൾ ഇന്നിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. സോ നാളെ വേറൊരു സെഷനായിട്ട് വരാം. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.